ഹലോ ഫ്രണ്ട്സ്, ഞാനിപ്പോൾ ഇന്ന് വരയ്ക്കാൻ ഉദ്ദേശിക്കുന്നത് നമ്മുടെ പഴയ ബാബു ആൻ്റണിയാണ് കേട്ടോ. പഴയ എന്ന് പറഞ്ഞാൽ പഴയ മുടിയൊക്കെ എന്താ ഒരു നായകന്മാരുടെ സ്റ്റൈലിലൊക്കെ ഉള്ള മുടിയൊക്കെ ഇട്ടിട്ട് നടന്ന ആ ഒരു കാലഘട്ടത്തിലെ ബാബു ആൻ്റണിയാണ് ഞാൻ വരയ്ക്കാൻ ഉദ്ദേശിക്കുന്നത്. ഞാനിന്ന് യാദൃശ്ചികമായിട്ട് റീല് ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുന്നതാണ്. അപ്പോൾ പെട്ടെന്ന് തന്നെ ഒരു റീല് വന്ന് മറ്റേ മമ്മൂട്ടി ഇൻസ്പെക്ടറായിട്ടും ബാബു ആൻ്റണി ഇങ്ങനെ ഒരു സമരപന്തലിൽ ഇങ്ങനെ നിൽക്കുന്ന ഒരു റീല്. അപ്പോൾ അതിലെ ഡയലോഗാണ് മെയിനായിട്ട് പറയണത്. ബാബു ആൻ്റണി പറയണത് എന്താ പറയുക, ബാബു ആൻ്റണി ചോദിക്കും, നിങ്ങൾ മര്യാദയ്ക്ക് നിന്നില്ലെങ്കിൽ എന്ത് സംഭവിക്കുന്നു മമ്മൂട്ടി ചോദിക്കും. അപ്പോൾ ബാബു ആൻ്റണി പറയും അകത്താവുമെന്ന്. ഇല്ല, പിന്നെയും ബാബു ആൻ്റണി എന്താവും എന്ന് ചോദിക്കുമ്പോൾ ഹോസ്പിറ്റലിലാവുമെന്ന്. എന്ന് പറഞ്ഞ് പോണ ഒരു ഡയലോഗാണ് അതിൽ ക്ലിക്കാക്കിയിട്ടിരിക്കുന്നത് കേട്ടോ. അത് കണ്ടപ്പോൾ പെട്ടെന്ന് എനിക്ക് എന്നാൽ ഈ ബാബു ആൻ്റണി ഒന്ന് വരച്ചേക്കാമെന്ന് ചോദിച്ചു. അങ്ങനെയാണ് ഞാൻ ആ പുള്ളിയുടെ ഒരു ചെറിയൊരു ട്രേസ് എടുത്തിട്ട് നമ്മൾ ഈ പരിപാടി തുടങ്ങിയിരിക്കുന്നത്. കണ്ണ് നമ്മൾ വരയ്ക്കുന്നു, മൂക്ക്, പിന്നെ ഇനിഷ്യേറ്റ്, പിന്നെ ഔട്ടർ വരയ്ക്കുക. നമ്മൾ ഇന്നത്തെ പോലെ തന്നെ ഷെയ്ഡിങ് തന്നെയാണ് നമ്മുടെ മെയിൻ ഇത്. അത് കഴിഞ്ഞിട്ട് ഒരു മിനിറ്റ്, ഞാനൊന്ന് വെറുതെ കുറച്ച് നേരം ഒരു ബുക്കും പേന എടുത്തിട്ട്, ഞാൻ ട്രെയിനിൽ സഞ്ചരിക്കുന്ന ഒരാളാണ് കേട്ടോ. അപ്പോൾ ഞാൻ ഒരാൾ ഇങ്ങനെ ഉറങ്ങണമായിരുന്നു. രാവിലെ വെളുപ്പിന് പോകും ഞാൻ വർക്കിന് വേണ്ടി. അപ്പോൾ അയാളിങ്ങനെ ഉറങ്ങണുണ്ടപ്പോൾ ഞാൻ പെട്ടെന്ന് പേനയും ഒരു പേപ്പറും ഒരു ബുക്കും പിന്നെ പേനയെടുത്ത് എന്നിട്ട് പതുക്കെ അങ്ങോട്ട് വരച്ച്, പുള്ളി ഉറങ്ങിക്കൊണ്ടിരിക്കുന്നൊരു ഇതാണ് വരച്ചത്. ഞാനത് ലാസ്റ്റ് ആ ഫോട്ടോ ഞാൻ ജസ്റ്റ് ഇട്ട് കാണിച്ചു തരാം എത്ര വരച്ചെന്ന്. വെറുതെ ചുമ്മാ ട്രൈ ചെയ്ത് നോക്കിയതാണ്. പിന്നെ നമ്മൾ ഇടയ്ക്കിങ്ങനെ ചെറിയ ചെറിയ പരീക്ഷണങ്ങളൊക്കെ ചെയ്യണമല്ലോ. നമ്മളത്രയും ഇതായിരിക്കണം. ഏത് നിമിഷവും നമുക്കൊരു ചെറിയ ഒരാളെ കിട്ടിയാൽ അപ്പം തന്നെ ട്രേസ് ചെയ്തെടുക്കാൻ പറ്റുന്നത്. ഇപ്പോൾ പിന്നെ വേറൊരു ഇതെന്ന് വെച്ചാൽ എനിക്ക് തോന്നുന്നത്, ഒരാളുടെ മുഖം 2 പ്രാവശ്യം 3 പ്രാവശ്യം കണ്ടു കഴിഞ്ഞാൽ അത് മനസ്സിൽ വെച്ചിട്ട് നമുക്കില്ലെങ്കിൽ നമ്മുടെ അത് ഫീഡ് ചെയ്തിട്ട് അത് ട്രേസ് ചെയ്യാനാണ്. അതൊരു ഭയങ്കര കഴിവ് തന്നെയാണ് കേട്ടോ എനിക്ക് തോന്നിയിരിക്കുന്നത്. ഒരു നമ്മുടെ മനസ്സിൽ ഒരാളുടെ പിക്ചർ അങ്ങോട്ട് പതിപ്പിച്ചിട്ട് അത് നമ്മൾ തന്നെ വരച്ച് അത് പ്രിൻ്റ് ഔട്ട് എടുക്കണം. നമ്മുടെ മനസ്സിൽ നിന്ന് തന്നെ അങ്ങ് പ്രിൻ്റ് ഔട്ട് എടുത്തിട്ട് വരയ്ക്കുന്നത് അതൊരു പ്രത്യേക ഒരു കഴിവ് തന്നെയാണ്. അങ്ങനെ കുറച്ച് ആൾക്കാരെ ഞാൻ കണ്ടിട്ടുണ്ട്. അവർ ചുമ്മാ വെറുതെ 1 പ്രാവശ്യം 2 പ്രാവശ്യം നോക്കിയിട്ട്. ഇപ്പോൾ ഈ അടുത്ത ഒരു ന്യൂസ് ഞാൻ വെറുതെ ഇങ്ങനെ കണ്ടായിരുന്നേ. ഒരു 2 കള്ളന്മാർ കണ്ടുമായിരിക്കും. 2 കള്ളന്മാർ എന്താ പറയുക, ഒരു ഭണ്ഡാരപ്പെട്ടി എന്തോ മുട്ടിച്ചിട്ട് പോയി കഴിഞ്ഞപ്പോൾ ഈ രണ്ടാമത്തെ അയാളെ പറ്റിച്ചിട്ട് മറ്റവൻ വിട്ട് കളഞ്ഞ്. അപ്പോൾ ഇവനെ പോലീസ് സ്റ്റേഷനിൽ പിടിച്ച് കഴിഞ്ഞപ്പോൾ അടയാളമൊന്നുമില്ല. അപ്പോൾ ഇവർ പറഞ്ഞ് ഒരു പേനയും പേപ്പറും തരുവാണെന്ന് ഞാൻ വരച്ചരാളെന്ന്. എന്നിട്ട് അയാളുടെ ട്രേസ് ഔട്ട് ചെയ്ത് കൊടുത്തു. അപ്പം തന്നെ ഞാനിപ്പോൾ അത് കണ്ടപ്പോൾ ഞാൻ വിചാരിച്ചത്, അയാളുടെ ആ മൈൻഡ് സെറ്റ്, അയാളുടെ ആ വർക്ക് ഒരു മോശം ഇതാണെങ്കിലും പക്ഷെ അയാൾക്ക് അങ്ങനെ ഒരു കഴിവ് ദൈവം കൊടുത്തിട്ടുണ്ട് ഇല്ലേ. അത് വെച്ചിട്ട് മുന്നേറാൻ പറ്റിയില്ലല്ലോ, ഇല്ലെങ്കിൽ ആരും സപ്പോർട്ടിങ് കൊടുത്തില്ലല്ലോ എന്നുള്ളൊരു ഇത് തോന്നിയായിരുന്നു എനിക്ക്. ഞാനിങ്ങനെ വെറുതെ ഇങ്ങനെ ഒരു ഇത് പറഞ്ഞതേ ഉള്ളൂ, നമ്മളെ ന്യൂസ് കണ്ട് ഒന്ന് കണക്ട് ചെയ്ത് പറഞ്ഞതേ ഉള്ളൂ. പിന്നെ ഈ നമ്മുടെ ബാബു ആൻ്റണിയുടെ എനിക്ക് പഴയ ഒരു സിനിമ ഓർമ്മ വന്നു. ഇപ്പോൾ നമ്മുടെ ചിലമ്പ, അങ്ങനെ ഒരു സിനിമയുണ്ട് റഹ്മാൻ്റെ. അത് നല്ലൊരു പാട്ടുണ്ട് കേട്ടോ അതിൽ. നിങ്ങൾ ആ പടം മിക്ക ആൾക്കാരും കേട്ടിട്ടുണ്ടാവും എനിക്ക് തോന്നുന്നു. ആ പാട്ട് അത് നല്ലൊരു ശോഭനയാണ് അതിന് നായിക. നല്ലൊരു പാട്ടുണ്ട്, ഇപ്പോൾ ഓർമ്മ കിട്ടില്ല. അതിൽ കരാട്ട മാസ്റ്ററാണ് എന്തോ ഇതൊക്കെ പ്രാക്ടീസിങ് ഒക്കെ ചെയ്യാൻ കാണിക്കുന്നതൊക്കെ ഉണ്ട്. പിന്നെ പുള്ളി നായകനായപ്പോൾ കുറച്ച് മുടി വളർത്തിയപ്പോൾ കുറേ പടങ്ങളൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട്. ചന്ത, പിന്നെ കുറേ കുറേ പടങ്ങൾ ഓർമ്മ കിട്ടില്ല, പക്ഷേ കുറച്ച് പടങ്ങളുണ്ട്.
പിന്നെ ഈ RDX വന്നപ്പോഴാണല്ലോ പുള്ളി രണ്ടാമത് ചെറിയൊരു ബൂസ്റ്റിങ് കിട്ടിയേക്കണം എനിക്ക് തോന്നുന്നു അല്ലേ. പെട്ടെന്ന് മറഞ്ഞുപോയി. പിന്നെ ഒരു പുള്ളിയുടെ ഒരു ചാർമിളെ അങ്ങനെ ഒരു നടിയായിട്ട് എന്തോ ലവ് അഫെയറൊക്കെ ഉണ്ടായിട്ട് ഭയങ്കര എന്തൊക്കെയോ സംഭവങ്ങളൊക്കെ ഉണ്ടായിരുന്നു. കൈമുറിക്കുക നമ്മുടെ ഇടയിൽ വെച്ച് അങ്ങനെ എന്തൊക്കെയോ പിന്നെ ചെയ്തിട്ടൊക്കെ ഉണ്ട്. എനിക്ക് അങ്ങനത്തെ ന്യൂസൊക്കെ ഞാൻ കേട്ടിട്ടുണ്ടായിരുന്നു. ഒരു കാലഘട്ടത്തിൽ സിനിമയുടെ കുറേ കാര്യങ്ങളൊക്കെ ഞാനിങ്ങനെ ശ്രദ്ധിക്കുമായിരുന്നു. ജസ്റ്റ് ഇങ്ങനെ ആ ടൈമിൽ അതൊക്കെ വെറുതെ അങ്ങനെ തോന്നാറുണ്ട്. ഇടയ്ക്ക് ഇങ്ങനെ അതിനെക്കുറിച്ച് ഡീറ്റെയിൽസൊക്കെ അറിയാനൊക്കെ ഒരാഗ്രഹം ഉണ്ടായിരുന്നു. പിന്നെ ഈ മിക്കവരും പറയും ഈ ബാബുണ്ണയ്ക്ക് കരയാൻ അറിയില്ല എന്നൊക്കെ പറയുന്നത് കേട്ടിട്ടുണ്ട്. ബാബുണ്ണിയുടെ ഇതിൽ കരയാൻ തീരെ പറ്റില്ല എന്നാണ്. പിന്നെ ഈ അടുത്ത ഒരു ഇടുക്കി ഗോൾഡ് അങ്ങനൊരു സിനിമയിൽ ബാബുണ്ണി ഭയങ്കര വിഷമിക്കുന്ന ഒരു റോള് കണ്ടിട്ടുണ്ട്. ഭയങ്കര ഒരു വിഷാദമായൊരു റോള് അത് ഞാൻ കണ്ടായിരുന്നു. അത് ആ പടം ഞാൻ കണ്ടായിരുന്നു. അത് അങ്ങനത്തെ ഒരു റോള്, വേറൊരു റോള്. എന്തായാലും RDXലാണ് പുള്ളി പഴയ ആ ഒരു ഫോമിലേക്ക് വന്നതെന്ന് എനിക്ക് തോന്നുന്നത്. നമ്മൾ സ്കെച്ചിങ് ഏകദേശം ഇതായിക്കൊണ്ടിരിക്കുന്നു. ഇനി ബ്ലെൻഡ് ചെയ്യാൻ തുടങ്ങാമെന്ന് പ്രതീക്ഷിക്കുന്നു. ഓക്കെ, നമ്മൾ ബ്ലെൻഡിങ്ങൊക്കെ ഒരുവിധം സെറ്റാക്കിയിട്ടുണ്ട്. ഇനി ചെറിയ കലാപരിപാടികളുണ്ട് കുറച്ചുകൊണ്ട്. നമ്മൾ കഴിഞ്ഞ ഏകദേശം സെറ്റാക്കാമെന്ന് വിചാരിക്കുന്നു. അത് പിന്നെ പറയാനുള്ളത്, പുതിയ ആരെങ്കിലുമൊക്കെ കാണുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് അടിക്കുക, പിന്നെ നമ്മളിടുന്ന ഷോർട്സുകളൊക്കെ കാണുക എന്തെങ്കിലുമൊക്കെ. പിന്നെ വരയ്ക്കുന്ന ആൾക്കാരോട് എനിക്ക് പറയാനുള്ളത് പ്രാക്ടീസ് ചെയ്യുക. ഇഷ്ടംപോലെ പടങ്ങൾ വരയ്ക്കുക. എന്തെങ്കിലും ഒരാളെ കാണുക, അപ്പം തന്നെ അയാളുടെ ട്രേസ് ചെയ്യാൻ നോക്കുക. എവിടെയാണെന്നൊന്നും നോക്കേണ്ട ആവശ്യമില്ല എൻ്റെ അഭിപ്രായത്തിൽ അല്ലേ. ബസ്സിലോ കാറിലോ എവിടെയെങ്കിലും ട്രെയിനിലോ എവിടെയാണെങ്കിലും നമ്മൾ ജസ്റ്റ് ഒരു പിക്ചർ വരയ്ക്കുക. നമുക്കൊരു ഫീൽ കിട്ടും. ഒരു പണി നമ്മുടെ ഒരു ചെറിയൊരു മൂവ് നമ്മുടെ സൈഡിൽ നിന്ന് ഇന്നത്തെ ദിവസം നമ്മൾ ചെയ്തിട്ടുണ്ട്. നമ്മൾ കുറച്ചൊരു വർക്ക് അതിന് വേണ്ടി ചെയ്തിട്ടുണ്ട്. ഏകദേശം ഇതായിട്ടുണ്ട്. എവിടെയെങ്കിലുമൊക്കെ തെറ്റുകുറ്റങ്ങളുണ്ടെങ്കിൽ നൈസായിട്ട് അങ്ങോട്ട് കണ്ണടച്ച് കളയുക അല്ലേ, അങ്ങനെയല്ലേ പറയല്ലേ. നമ്മളെപ്പോഴും ലേണിംഗ് പീപ്പിളാണ്. ഒരിക്കലും ഒരാളും ഫുള്ളായിട്ട് പഠിച്ച് തീരില്ല. അത് ആർട്ടായാലും എന്തായാലും ഓരോ ഇതും ഓരോ ഡെവലപ്മെൻറ്റ്സ് വന്നുകൊണ്ടിരിക്കും. അതിപ്പോൾ സയൻസ് ആയാലും ആർട്സ് ആയാലും എന്തിലായാലും ഓരോ ഡെവലപ്മെൻറ്റിങ്ങിന് വന്നുകൊണ്ടിരിക്കും. അത് പതുക്കെ നമ്മൾ ആഡ് ചെയ്ത് നമ്മുടെ ഇതിലേക്ക് കയറ്റുക. കുറച്ച് ചെയ്തിട്ടുണ്ട്. ഏകദേശം നമുക്ക് ഫിനിഷ് ചെയ്യാം. ഓക്കെ, ബൈ ആൻഡ് ടേക്ക് കെയർ ഓൾ ഓഫ് യു.